ഓ, അപ്പൊ ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അവള് ജീവിക്കുന്നത്. ഇന്നത്തോടെ ഇവിടുത്തെ അവളുടെ താമസം മതിയാക്കണം. എന്റെ നവീന്റെ ദേഹത്ത് തൊട്ട ഒരുത്തി പിന്നീട് ഒരിക്കലും സുഖിച്ച് ജീവിക്കാൻ പാടില്ല. അമ്മയും മോളും ഇവിടെ സുഖിച്ചങ്ങ് കഴിയാണല്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ കാണാൻ, നിങ്ങളുടെ മോളെ കാണാൻ. എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തട്ടിയെടുത്ത അവളെ ഒന്ന് എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ. ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. ഞാൻ പോവില്ല. ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടത്താതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. മോളെ, എന്താ പറ്റി? നിങ്ങൾ പരുന്തംപാറയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് എന്താ പിന്നെ വേണ്ടെന്ന് വെച്ചോ? ഇതെന്ത് വേഷം മോളെ? ഓ, ദൂരയാത്ര എന്ന് പറഞ്ഞപ്പോ സ്പെഷ്യലായിട്ട് അങ്ങ് ഒരുങ്ങിയതാ അല്ലേ? അത് മോളിക്കുട്ടി ചെയ്തു വെച്ചതാ. ഉള്ള കാര്യം ഞാൻ പറയാലോ, മോക്ക് മോളുടെ രീതി തന്നെയാ നല്ലത്. ആ ഐശ്വര്യം ഇപ്പൊ മുഖത്ത് കാണാനില്ല, ഒട്ടുപോലും വെക്കാതെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? അത് നിസ്സാര കാര്യമൊന്നുമല്ല. കേട്ട് കഴിയുമ്പോ തളർന്നു വീഴാൻ നിൽക്കരുത്. തളർന്ന് വീഴാനോ? അങ്ങനെ എന്ത് കാര്യ? എന്നോട് പറ, ഞാനൊന്ന് തളർന്ന് വീഴട്ടെ. അല്ലേ ശാന്തി? എന്താ അത്? ചെടിക്കുള്ളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഈ കാടും പുഴയൊക്കെ ഉള്ളതല്ലേ, പാമ്പുകൾ എവിടെയും വന്ന് കയറും. പാവങ്ങളാ, ഒന്നും ചെയ്യില്ല. പാമ്പ്! അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! മോളെ, 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 മോളെ കാര്യം പറഞ്ഞിട്ട് പോ മോളെ.